വയനാടിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. വയനാടിൻ്റെ കാര്യത്തിൽ LDFും UDFും വ്യാപകമായി പ്രചരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തങ്ങളിലൊന്നായിട്ട് ഈ ദുരന്തത്തെ മാറ്റിയതിന് ശേഷവും ഈ പ്രചാരണം തുടരുകയാണ്. അതിതീവ്ര ദുരന്ത പട്ടികയിൽപ്പെടുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങളെല്ലാം വയനാടിന് കിട്ടും. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹോംവർക്ക് വേണം. ഹൈക്കോടതിയിൽ മുഖം നഷ്ടപ്പെട്ടു കേരള ഗവൺമെൻറ്റിന്. ഇപ്പോഴും ഈ ആരോപണം അവർ ആവർത്തിക്കുകയാണ്. ഹൈക്കോടതി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരിതത്തിന് ചെലവഴിക്കാൻ എത്ര പണം തന്നിട്ടുണ്ട്? ഹൈക്കോടതി ചോദിച്ചല്ലോ. 896 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും അതിൽ നിന്ന് ഒരു നയ പൈസ എടുത്ത് ചെലവഴിക്കാത്തത് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു. ഉത്തരവുണ്ടായിരുന്നില്ല. വയനാടിനെ അവഗണിച്ചു. പ്രധാനമന്ത്രി വന്നു പോയിട്ടും കൊച്ചിനെടുത്ത് ഉമ്മ കൊടുത്തിട്ടും ഒരു കാശ് തന്നില്ല. വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആങ്കർമാരിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത സാധാവം തോന്നും. ഇത്രയും കാശ് കേരളത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും പുനരധിവാസത്തിൻ്റെ ഒരു നടപടിയും അവിടെ ആരംഭിച്ചിട്ടില്ല. ഇപ്പൊ പറയാൻ പറ്റുമോ ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞോ? വയനാട് വീട് വെക്കാനുള്ളവരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചോ ഇല്ലയോ? നിങ്ങളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്തവരാണല്ലോ. ദീപൊക്കെ അവിടെയൊക്കെ ചളിയിൽ വീണ് താഴെ പോയതല്ലേ? വാർത്ത എഴുതി അങ്ങനെ മാത്രം വാർത്ത കൊടുത്താൽ പോരാ. ഇപ്പോൾ വയനാട് ദുരിതബാധിതരുടെ വീടിനുള്ള സ്ഥലം ഏറ്റെടുത്തോ ഇല്ലയോ?